സത്യം പറഞ്ഞാല് സിദ്ധാർത്ഥ സാറിന്റെ കുടുംബത്തിന് ഇങ്ങനൊരു വിഷമം വന്നതില് പാർട്ടിക്കാർക്കൊക്കെ ആകെ സങ്കടമാ. അച്ഛനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ. അത് പറയേണ്ട കാര്യമുണ്ടോ? സാറ് മന്ത്രിയാവുന്ന ആഗ്രഹിച്ചിരുന്നവരല്ലേ ഞങ്ങളൊക്കെ. മാധ്യമങ്ങൾ കാര്യങ്ങളെ വല്ലാണ്ട് വളച്ചൊടിക്കല്ലേ. ബലരാമ സാറിന്റെ പത്രസമ്മേളനം കൂടെ കഴിഞ്ഞതോടെ കുറെ പേരുടെ മനസ്സിലെങ്കിലും ചെറിയ സംശയം കൊണ്ടിടാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ, ഒരാളുടെ കുറ്റം കേൾക്കാനാണല്ലോ നാട്ടുകാർക്ക് ഇഷ്ടം. ചാനലുകാർക്കാണെങ്കിൽ റേറ്റിംഗും വേണം. ഓരോ ദിവസവും ഓരോരോ കഥകളാണ് ടി വിയിൽ ഉണ്ടാവുന്നത്. ഇന്നലെ ഏതോ ചാനൽ പറയുന്നത് കേട്ടു, ദേവികനെ തമിഴ്നാട് കണ്ടെത്തിയെന്ന്. ആണോ? വേറൊരു ചാനല് വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണല്ലോ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ ദേവിയെ കുറിച്ച്? ഇല്ല, ഒരറിവുമില്ല. നന്ദനും ദേവികയും വലിയ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് സിദ്ധാർത്ഥ സാറ് പറഞ്ഞിട്ടുണ്ട്. ദേവിക എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്ദൻ എന്നോട് പറഞ്ഞു. ഞങ്ങൾ പാർട്ടിക്കാർ രഹസ്യമായിട്ടൊരു നീക്കം നടത്താം. പോലീസോ മീഡിയോ അറിയാതെ ദേവികയെ തിരിച്ചെത്തിക്കും. ഈ സപ്പോർട്ടിന് നന്ദിയുണ്ട്. എന്തായാലും എല്ലാവരുടെ സപ്പോർട്ട് ഈ കാര്യത്തിൽ വേണ്ടിവരും. കുറച്ചുകൂടെ കഴിയട്ടെ. സിദ്ധാർത്ഥ സാറ് പറയുമായിരുന്നു നീരൊരു തലവേദനയാന്ന്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? ഏതാണ്ട് അതുപോലെയൊക്കെ വരുന്ന രീതിയിലാണ് സംസാരിച്ചത്. മീരെ കുറ്റം പറയാൻ പറ്റില്ല. അത് നേരാ. മീര നന്ദനെ ആഗ്രഹിച്ച് നടന്ന കുട്ടിയാണല്ലോ. അല്ല, ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ അറിയാലോ. പത്രങ്ങളില് പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കഥകളൊക്കെ വരുമല്ലോ. പിന്നെ കുറെ കാര്യങ്ങള് സിദ്ധാർത്ഥ സാർ തന്നെ പറഞ്ഞുള്ള അറിവാ. സിദ്ധാർത്ഥ സാറും ബലരാമ സാറും ആകുന്നത് കഷ്ടമായിപ്പോയല്ലേ. അല്ല, അതിന് ഉത്തരവാദി ബലരാമ സാറ് തന്നെയാ, ശരിയല്ലേ? സിദ്ധാർത്ഥ സാറിനെ പോലെ ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബലരാമ സാറിന്റെ കയ്യിൽ തന്നെയാ മിസ്റ്റേക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.